എപ്പോഴും ഞാൻ പറയും, ദൈവത്തിൻ്റെ വിളി ദർ ഇസ് ഓൺലി സിംഗിൾ ഒക്കേഷൻ. എന്താണത്? അതെന്താ പറയണത്? ദൈവത്തിൻ്റെ കോൾ ടു ഇൻറ്റിമസിയിലേക്കാണ്. ദൈവത്തിൻ്റെ ഓരോ വിളി, നിന്റെ ഞെരുക്കമാകാം, രോഗമാകാം, നിൻ്റെ ജോലി തടസ്സമാകാം, താമസമാകാം, പ്രാർത്ഥനയ്ക്കുള്ള അവസരമാകാം, ഗ്യാപ്പുകളെല്ലാം യു മസ്റ്റ് ഫിൽ വിത്ത് യുവർ പ്രയർ. എല്ലാ ഗ്യാപ്പുകളും യു മസ്റ്റ് പ്രൊക്ലൈം യുവർ ഫെയ്ത്ത്. നിൻ്റെ എല്ലാ ഗ്യാപ്പുകളും, നിൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ വിള്ളലുകളും വീഴ്ചകളും എല്ലാം വിശ്വാസത്താൽ ഫില്ല് ചെയ്യേണ്ടതാണ്. കൈ ഇടിച്ച് കിടത്ത് ആസ്വദിച്ചില്ലേ? 43:4 നീ എനിക്ക് വിലപ്പെട്ടവനും, പറഞ്ഞേ, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നിലൂടെ നിന്റെ കൂടെ ഉണ്ട്. ഈ ബോധം എപ്പോഴും ഉണ്ടാകണം. ഒരു സാധനം അല്പം ലാഗ് ചെയ്ത, അല്പം ഗ്യാപ്പ് വന്നാൽ യു മസ്റ്റ് ഫിൽഡ് വിത്ത് പ്രൊക്ലൈം ദ ഫെയ്ത്ത്, യു മസ്റ്റ് ഫിൽഡ് വിത്ത് ദ പ്രേയർ. ആ സ്ഥലത്തെല്ലാം നീ പ്രാർത്ഥന കൊണ്ട് ഫില്ല് ചെയ്യണം. എന്താ കാരണം? നീ പറയണം, കർത്താവേ, നിൻ്റെ സമയം, നീ എനിക്ക് കൽപ്പിച്ച് നടക്കുന്ന സമയത്തെ ഞാൻ എൻ്റെ പ്രത്യാശ കൊണ്ട് വിശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞ്, കർത്താവേ, നീ എനിക്ക് കൽപ്പിച്ചു നൽകുന്ന സമയത്തെ ഞാൻ എൻ്റെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് വിശുദ്ധീകരിക്കുന്നു. ദൈവപൈതലെ, എനിക്കും നിനക്കും ദൈവത്തിനും ഇടയിൽ ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം എന്താണ്? വിശുദ്ധീകരണമാണ്. വിശുദ്ധീകരണം എന്ന് പറയുന്നത് പാപം ചെയ്യാതിരിക്കുന്ന അവസ്ഥയല്ല. നിൻ്റെ സാഹചര്യങ്ങളെ ദൈവത്തിന് വിശ്വാസം കൊണ്ട് ഏൽപ്പിക്കലാണ്. വിശുദ്ധി എന്ന് പറയുന്നത് പാപം ചെയ്യാതിരിക്കുന്ന അവസ്ഥ മാത്രമല്ല, പുണ്യം ചെയ്യുന്ന അവസ്ഥ മാത്രമല്ല, മറിച്ച് നിൻ്റെ സാഹചര്യങ്ങളിലെ, നിൻ്റെ ആശങ്കകളെ എല്ലാം ആത്മാഭിഷേകത്തിലെ ദൈവത്തിൻ്റെ നാമത്തിലെ അതിനു വേണ്ടി വിശ്വാസം പ്രഖ്യാപിച്ച് കാത്തിരിക്കുന്നതും നിന്റെ വിശുദ്ധീകരണത്തിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. കൈ ഇടിച്ച് കിടത്താൻ ജോസഫിൻ്റെത് ഒരു ഫോർമേഷനാണ് അവിടെ നടക്കുന്നത്. അതായത് പൂർണ്ണമായി ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കും വരെ ഈ ഫോർമേഷൻ നടന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ എന്നെ സംഭവിച്ചിരിക്കണത്, അവന് പ്രാർത്ഥന കുറഞ്ഞു. എന്താ കാര്യം? എൻ്റെ കൈ ഒടിഞ്ഞില്ലേ? കാനഡ സ്വപ്നം, കനേഡിയൻ സ്വപ്നമൊക്കെ പൊരിഞ്ഞു, കൈയൊക്കെ ഒടിഞ്ഞു. കൈ ഒടിഞ്ഞു. പിന്നീട് എന്താ പറ്റിയത്? കൈ ഉയർത്താൻ പറ്റിയില്ല. പിന്നീട് കൈ പഴുത്തു, അകത്ത് കിടന്ന് ഇരുമ്പ് റോഡ് പഴുത്തു. അപ്പം നീരായി കാല്. ചെറുപ്പക്കാരൻ ഡിസ്ഫിഗറായിപ്പോയി. നമ്മുടെ ലക്ഷണം നീര് കയറുമ്പോൾ ലക്ഷണം മാറത്തില്ലേ? അല്ലേ? അപ്പം മാറും. അപ്പം അതനുസരിച്ചിട്ട് അവൻ്റെ ഫെയ്ത്തും ഒക്കെ ഇങ്ങനെ ചീർക്കാൻ തുടങ്ങി. പക്ഷേ ഈ ഫെയ്ത്ത് ചീർക്കുമ്പോഴും ക്രിസ്തു ജോസഫ് ഒരു കാര്യം ചെയ്യും. ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കും. ഒരു പിടി അത് ഇപ്പം എന്നെ സംഭവിച്ചിരിക്കുന്നത് 1 by 1 ട്രാജഡിയാണ്. ഇങ്ങനെ ട്രാജഡി 1 by 1 ആയിട്ട് സംഭവിക്കുമ്പോഴും ഉടമ്പടി ധ്യാനം ഇവൻ കൂടിക്കൊണ്ടേയിരിക്കും. എന്താ കാര്യം? എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും കർത്താവ് എന്നെ ടോട്ടലായിട്ട് കൈവിടത്തില്ല. എപ്പോഴും കർത്താവ് എന്നെ ഏറ്റെടുക്കും. കാത്തിരിക്കുകയാണ്. അത് ഭയങ്കര സാക്ഷ്യമാണത്. പക്ഷേ ആൾക്കാർക്ക് ആ സാക്ഷ്യം മനസ്സിലേലും തോന്നുന്നത്. പക്ഷെ അത് ഭയങ്കര സാക്ഷ്യമാണ്. നമ്മുടെ സാധാരണ സാക്ഷ്യത്തെക്കാളത്തൊരു ക്വാളിറ്റീസുള്ള സാക്ഷ്യമാണ്. എന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അതിനുശേഷം ഇവൻ്റെ കൈ രണ്ടാമത് റീഓപ്പൺ ചെയ്യും. ഒടിഞ്ഞുപോയ കൈ, അകത്ത് ഇരുമ്പ് റോഡ് പൊട്ടിയില്ലേ, അത് റീഓപ്പൺ ചെയ്യും. റീഓപ്പൺ ചെയ്ത് വീണ്ടും അത് പൊറുക്കും. ഇപ്പോൾ 2 വർഷം വെറുതെ പോവുകയാണ്. 2 വർഷം വെറുതെ പോവുകയാണ്. എന്നിട്ട് ഈ 2 വർഷം, അടുത്ത് വരുന്ന 20 വർഷം നീ നിലത്ത് കിടന്നുരുണ്ടോ, അല്ലെങ്കിൽ മുൾക്കിടം വെച്ച് നടന്നോ, കുരിശ് പേര് വിശ്വാസം പ്രഖ്യാപിച്ചോ, അതല്ല പ്രശ്നം. ഈ ദൈവത്തെ
നേരെ പിടുത്തം കിട്ടാത്ത ഈ 2 വർഷം നീ എന്ത് ചെയ്തു എന്ന പ്രശ്നം. അതാണ് നിൻ്റെ വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഇതൊരു 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. നാളെ ഈ ക്രിസ്റ്റി ജോസഫ് ആരോഗ്യവാനായി വേണമെങ്കിൽ ഒത്തിരിയേറെ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യും, ഒത്തിരിയേറെ സുവിശേഷ സാക്ഷി ജോലിയൊക്കെ ചെയ്യും. പക്ഷെ അതിന് മാർക്ക് കുറവായിരിക്കും ആരോഗ്യത്തിൽ ചെയ്യുമ്പോൾ. അനാരോഗ്യത്തിൽ ചെയ്യുമ്പോൾ 2 മാർക്കാണ് ആരോഗ്യത്തിൽ ചെയ്യണതിന് ഒരു ചോദ്യത്തിനുള്ളതെങ്കിൽ അനാരോഗ്യകാലത്ത് അതിന് 20 മാർക്കായിട്ടത് കൂടും. അതാണ് എൻ്റെ വിഷയം. ഇതൊരു ടെക്നിക്കലായിട്ടുള്ള മാത്തമാറ്റിക്കലായിട്ടുള്ള അപ്രോച്ചാണ്. നിനക്കിത്തിരി വിഷമവും കണ്ണീരും. ഞാൻ ചോദിക്കും, നീ എന്താ എൻ്റെ ഇടവകയിലുള്ള ആൾക്കാരൊക്കെ എനിക്ക് നേരിട്ടറിയാമല്ലോ. അപ്പം ഞാൻ ചിലവളോടൊക്കെ ചോദിക്കും, എൻ്റെ അടി പള്ളി വരണില്ലേ ഇത്? അപ്പോൾ അവിടെ ചിരിക്കും. അപ്പോൾ അമ്മ പറയാം, അവൾക്ക് പാടില്ലാതെ കിടക്കാറെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓ ഇപ്പോൾ ഈ കാലത്തൊക്കെ പാടില്ലാതെ വന്നു കഴിഞ്ഞാൽ പലരും കിടക്കുക. അപ്പോൾ ഞാൻ എൻ്റെ രീതി ഞാനും പറയും. എന്താ കാര്യത്തിൽ കഴിഞ്ഞാൽ പിരിച്ച് വന്ന് നടുവേനായിട്ട് കിടക്കണമെന്നാണ്. പക്ഷെ ഞാൻ പറയുന്നത് നിരങ്ങിയാണെങ്കിൽ ആ സമയത്ത് പള്ളിയിൽ പോകണം. എന്താ കാര്യം അറിയാവാ? അതൊരു ഇൻവെസ്റ്റ്മെൻറ്റിന്. ആ ക്വസ്റ്റ്യൻ ഒരു 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണത്. നാളെ നീ ഓക്കെ ആകും, നീ നല്ല ആരോഗ്യവാനാകും. പക്ഷെ അതിന് നീ അപ്പം ദേവാലയത്തിൽ പോകുമ്പോൾ 2 മാർക്കാണ് കിട്ടുന്നത്. കാര്യം യു ആർ ഹെൽത്തി. നിനക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലല്ലോ. ഇപ്പം നിനക്ക് മൂട് കുഴപ്പം, നടുവ് കുഴപ്പം, ഭക്ഷണം കഴിക്കണം, ഒക്കാനും വേണ്ടി ഛർദ്ദിക്കണമെന്നൊക്കെ ഒരു മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റണില്ല. പക്ഷെ അപ്പം നീ പോകുമ്പോൾ അതിന് 20 മാർക്കാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോബ്ലമാണ് എപ്പോഴും. ഇങ്ങനെ ഓരോരോ കാലത്ത് നമുക്ക് കുറച്ച് ക്ലെയിം ഉണ്ടാക്കി വെക്കണം. അത് കപ്പാസിറ്റി ഉണ്ടാക്കി വെക്കണം. അങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ മോശം കാലം വരുമ്പോൾ ഈ കപ്പാസിറ്റിയിൽ നമുക്ക് ദൈവത്തിന് മുമ്പിൽ ഒരു പിടിപാടുണ്ടാകും. അപ്പോൾ നമുക്ക് ഒരു വൈബ്രേഷൻ ഉണ്ടാകത്തില്ല. ക്രിസ് ജോസഫ് വീണ്ടും സുഖപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്. അവൻ്റെ കൈ സ്വാധീനം പോയി, കൈ പൊക്കാൻ പറ്റണില്ല. അവ പറഞ്ഞു, ഈശോ, ഞാൻ എൻ്റെ കഷ്ടപ്പാടിൻ്റെ കാലത്തെല്ലാം എനിക്ക് അത്യം വിശ്വാസം പ്രഖ്യാപിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഉടമ്പടി ധ്യാനമൊക്കെ കൂടി ഞാൻ വിശ്വാസം കളഞ്ഞില്ലല്ലേ ഈശോ. അപ്പം എനിക്ക് ജോലി എനിക്ക് കിട്ടണ്ടേ, നീ സഹായിക്കണ്ടേ. എൻ്റെ കൈ ഇങ്ങനെ തളർന്നു പോയ കാര്യത്തിൽ ഞാൻ അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സൊക്കെ പിടിക്കണ സമയത്ത് കൈ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. കൈ വിട്ട തകയെന്ന് അടിച്ച് താഴെ പോകും കൈ. അങ്ങനെ ഒരു അവസ്ഥയിൽ കൈയായിപ്പോയി. അപ്പോൾ അവന് ഭയങ്കര സങ്കടമായി. ഒരു യുവാവ് പോകുന്ന ഒരു വഴി കണ്ടില്ലേ. പക്ഷെ എന്നാലും ഇവൻ പിടിവിടുന്നതില്ല. എന്നാലും ഇവൻ വിശ്വാസത്തിൽ പിടിവിടാതെ നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇവൻ്റെ അങ്കിൾ വരുമ്പോൾ പറഞ്ഞു, ക്രിസ്റ്റി എന്തായി, നിൻ്റെ ജീവിതം കുലച്ചല്ലേ, എൻ്റെ കൈയൊക്കെ പോയല്ലേ? ആ അങ്കിളെ കൈ പൊക്കാൻ പറ്റണില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ പൊക്കിയപ്പോൾ പൊങ്ങി നിൽക്കണം. അതാ രസം. അങ്കിളെ കൈ പൊക്കാൻ പറ്റണില്ല എന്നും പറഞ്ഞു നോക്കിയപ്പോഴേ അത് ഫുള്ളായിട്ട് പടുത പോയി പൊങ്ങി നിൽക്കണം. ഹീസ് ഹീൽഡ് ടോട്ടലി. കൈ ഇടിച്ച് കർത്താവിനെ ഈ 2ാമത് ഓപ്പറേറ്റ് ചെയ്തിട്ടോ അവൻ്റെ കൈയുടെ സ്വാധീനം പോയല്ലോ. അതെന്താ സംഭവിച്ചാൽ എന്നിട്ട് കർത്താവ് മനഃപൂർവ്വം ഇവന് സ്വാധീനം വെച്ച് കൊടുത്തതാണ്, ഇവൻ നിനച്ചറിയാത്ത സമയത്ത്. ഇതാണ് മെറിറ്റല്ല, ഗ്രേസാണിത്. നോട്ട് ബൈ മെറിറ്റ്. വൈദ്യശാസ്ത്രപരമായിട്ട് മെറിറ്റില്ല. കൈക്ക് 2 റോഡിട്ടപ്പോൾ സ്വാധീനം പോയി. പക്ഷെ പിന്നെ എന്താ വർക്ക് ചെയ്തിരിക്കണത്? ഇവൻ എന്നിട്ടും വിശ്വാസത്തിന് പിടിവിടാതെ നിൽക്കുകയാണ്. ഒരു പക്ഷേ ഈ കാലത്ത് ഏറ്റവും നല്ല ചെറുപ്പക്കാരുടെ സാക്ഷ്യങ്ങളൊന്നാണത്. കാര്യം എന്താണ്? വേദനയുടെ കാലത്തും വിശ്വാസത്തിൽ പിടിവിടാതെ നിൽക്കുന്നത്. ഇത് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മൾ അവിശ്വസ്തരായാൽ പോലും ദൈവം വിശ്വസ്തനായിരിക്കും. അതുകൊണ്ട് നിൻ്റെ ഉടമ്പടിയിൽ എപ്പോഴായാലും നിൻ്റെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടായിരിക്കും. പക്ഷേ അച്ഛൻ്റെ അഭിപ്രായം നിങ്ങളായിട്ട് പിടിവിടരുത്. ഇത്തിരി മോശമൊക്കെ സംഭവിച്ചാലും കാര്യം ദൈവം മെറിറ്റിൽ നിന്ന് മാറ്റണതാണെന്ന്. മെറിറ്റിൽ നിന്ന് മാറ്റിയിട്ട് ദൈവത്തിൻ്റെത് മാത്രമാക്കി ഗ്രേസിലേക്ക് വരികയാണ്. അതെന്താ അങ്ങനെ പറയണമെന്നറിയാവോ? ഒരു രസകരമായ സംഭവം ബൈബിളിലുണ്ട്. അതായത് നമ്മുടെ യോഹന്നാൻ്റെ സുവിശേഷമാണ് 21-ാം അധ്യായം 7 തൊട്ട് വായിച്ച മോനെ. യോഹന്നാൻ 21:7. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നതുകൊണ്ട് പുറങ്കുപ്പായം എടുത്തു ധരിച്ചുകൊണ്ട്
കടലിലേക്ക് ചാടി. വായിച്ചോളൂ. എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അടുത്തത്, അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെയല്ലായിരുന്നു. കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. ദിസ് ഈസ് അവർ പോയിന്റ്. അത് എത്രാം വചനമാണ്? 9. 21:9. കരക്കിറങ്ങിയപ്പോൾ ഇവരെ കണ്ട കാഴ്ച എന്താണ്? മീൻ കനല് കൂട്ടിയിരിക്കണതും അതുമേലൊരു എന്താ വെച്ചോളൂ, മീൻ വെച്ചിരിക്കുന്നതും ആ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. അപ്പവും അവർ കണ്ടു. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഈശോ ഒരു വാക്ക് പറയാം അവരോട്. എന്താ പറയണത്? യേശു പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. നിങ്ങൾ എന്ന് പറഞ്ഞ നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. ഇവിടെ 2 തരം മത്സ്യങ്ങളുണ്ട് ഇല്ലേ? ഒന്ന് ഇവർ പിടിക്കാത്ത മത്സ്യമാണ്, ഒന്ന് അവരിപ്പോൾ പിടിച്ച മത്സ്യം. മനസ്സിലായില്ലേ? ഇതെപ്പോഴും നമ്മൾ ഈ സൂത്രപ്പണി എപ്പോഴും നമ്മൾ ബുദ്ധിപൂർവ്വം സമീപിക്കേണ്ടതാണ്. അതായത് ഇവർ ആദ്യത്തെ ഇവിടെ സിറ്റുവേഷൻ എന്താണ്? വെളുപ്പാങ്കാലത്ത് കർത്താവ് വന്ന് നിൽക്കും. എന്തായാലും അപ്പോൾ കർത്താവാണെന്ന് മനസ്സിലാകണ മുമ്പ് കർത്താവ് പറയും, കുഞ്ഞുങ്ങളെ മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. വല്ല രക്ഷയുണ്ടോ? ജോലി കിട്ടിയോ എന്ന് ചോദിക്കും. കല്യാണം കഴിഞ്ഞോ? കുഞ്ഞുങ്ങളായോ? അതാണ് ചോദ്യം. ദൈവം നിന്നോട് ചോദിക്കേണ്ട ചോദ്യമാണത്. ഒരു ചോദ്യം, നിനക്ക് വീട് വെച്ചോ? നിങ്ങളെന്നെ ചിലർ എന്നോട് പറയും, ഇതെന്താ ഉടമ്പടി എപ്പോഴും മനുഷ്യൻ്റെ ഈ വീട് കൂടും കല്യാണമൊക്കെ IELTS OIT ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. പക്ഷേ എന്താ അത്? ദൈവത്തിൻ്റെ ഒരു ചോദ്യമാണത്. എന്താണ്? ആ വെളുപ്പാങ്കാലത്തെ കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റൻ്റെ ആ വെളുപ്പാങ്കാലത്ത് അരണ്ട വെളിച്ചത്തിൽ വന്ന് ദൈവം ചോദിക്കണ ചോദ്യം, നിങ്ങൾ കാറ്റക്കിസം പഠിച്ചോ എന്നല്ലല്ലോ ചോദിക്കണത്, സൺഡേ സ്കൂളിൽ പോയെന്നാണോ ചോദിക്കണത്? അല്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ, ചോദിക്കേണ്ട വ്യത്യാസമുണ്ട്. എന്താ ചോദിക്കണത്? കുഞ്ഞുങ്ങളെ മീൻ വല്ലതും ഉണ്ടോ എന്നാ ചോദിക്കണത്. ആ ചോദ്യം ആരാണ് ചോദിക്കണത്? നിൻ്റെ ദൈവം, നിന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന ദൈവം, നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ദൈവം, നിനക്ക് വേണ്ടി ഉയർത്തുന്നതിൻ്റെ ദൈവം, നിൻ്റെ ഇല്ലായ്മയുടെ നിൻ്റെ അധ്വാനത്തിൻ്റെ എല്ലാ തകർച്ചകളിലും നിൻ്റെ കണ്ണീരിൻ്റെ തീരത്തിലേക്ക് വന്ന കർത്താവ് നിന്നോട് ചോദിക്കുന്നതാണ്. എന്താണ്? കുഞ്ഞുങ്ങളെ മീൻ വല്ലതും ഉണ്ടോ? മകളെ ജോലി കിട്ടിയോ? മകളെ കല്യാണം നടന്നോ? മകനെ നിൻ്റെ രോഗം മാറിയോ? മകനെ വീട് വെച്ചോ? നിങ്ങളുടെ സ്ഥലം വാങ്ങിച്ചോ? അതെല്ലാം കർത്താവ് ചോദിക്കേണ്ട ചോദ്യമാണ്. നിൻ്റെ ജീവിത അവസ്ഥകളെക്കുറിച്ച് നീ തുഴഞ്ഞ് തീരത്തെത്തിയില്ലെങ്കിൽ, നീ ഒന്നും നേടിയില്ലെങ്കിൽ നിന്നെ സഹായിക്കാൻ വേണ്ടിയാണ് നിൻ്റെ കണ്ണീരിൻ്റെ തീരത്തിലേക്ക് ദൈവം വരണത്. ഈ ദൈവത്തെയാണ് ഉടമ്പടിയിലൂടെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരണത്. നിനക്ക് 45 വയസ്സായാലും കല്യാണം കഴിച്ചില്ലെങ്കിൽ കർത്താവ് നിന്നോട് ചോദിക്കുക, മോളെ കല്യാണം കഴിച്ചില്ലല്ലേ എന്ന് ചോദിക്കുക. ഇല്ല കർത്താവ് എന്ന് ചോദിക്കണം, പറയണം. അപ്പം നിനക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കൊരു ജീവിതം വേണമെന്ന് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് ലൈഫ്. നിൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് നിനക്ക് ആശങ്ക വേണ്ട. കാര്യം എന്താണ്? അത് കർത്താവിൻ്റെ കരുതലായിട്ട് നിൻ്റെ ജീവിതത്തിലെ ദാനമായിട്ട് ദൈവം കാത്തു വെച്ചിരിക്കുന്ന നിധിയാണ്. കൈയിടിച്ച് കർത്താവ് വാട്ട് ഈസ് അവർ സബ്ജക്റ്റ് മെഡിറ്റേഷൻ? എന്താ നമ്മൾ ധ്യാന വിഷയം? നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യങ്ങളെ കുറച്ച് കൊണ്ടുവരുവേൻ. എത്ര മത്സ്യങ്ങളുണ്ടെന്ന് അറിയാവോ? അവരടുത്ത വചനമുണ്ട് 11. വായിച്ചേ. ഉടനെ ശിമയോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. അതായത് അതിൽ 153 മത്സ്യങ്ങളുണ്ടായിരുന്നു. ഈ 153 മത്സ്യങ്ങൾ എങ്ങനെ ഉണ്ടായതാണ്? കർത്താവിൻ്റെ ഗൈഡ് ലൈൻസിൽ അവർ അധ്വാനിച്ചുണ്ടാക്കിയ മെറിറ്റിൻ്റെ ഭാഗമാണ് അല്ലേ? അവർ പഠിച്ച്, ഇപ്പം നിങ്ങൾ IELTS പഠിക്കണ പോലെ അല്ലെങ്കിൽ നിങ്ങൾ PSCക്ക് പഠിക്കണ പോലെ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്. അപ്പം ചില ആൾക്കാർ, ക്രിസ്റ്റി ജോസഫ് എന്താ പറയണത്? ഞാൻ ബുദ്ധിമുട്ടി, ഞാൻ പഠിച്ചു.
അപ്പോൾ എനിക്ക് ദൈവത്തെ ഒരു ആവശ്യമായിട്ട് തോന്നിയില്ലെന്നല്ലേ പറയണത്, സാക്ഷ്യത്തിലുണ്ട്. ദാറ്റ് മീൻസ് ക്രിസ്തു ജോസഫ് എന്താണ് സ്റ്റേറ്റ് ചെയ്യേണ്ടത്? എനിക്ക് മെരിട്ടുണ്ട്, ഗ്രേസ് എനിക്ക് ആവശ്യമായിട്ട് തോന്നിയില്ലെന്നാണ് അയാൾ പറയണത്. മണ്ടത്തരങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് ഗ്രേസ് ആവശ്യമുണ്ട്. അല്ലെ പിന്നെ എന്തിനാണ് ഈ മീൻ ഒരെണ്ണം ചുട്ടു വെച്ചുകൊണ്ട് അവിടെ ഇരിക്കണത്? 2 മീൻ ചുട്ടു വെച്ചുകൊണ്ടിരിക്കണത് എന്തിനാണ്? ഇവർ പിടിച്ചതാണോ അത്? ഇവർ പിടിച്ചതാണോ? ഇവർ അധ്വാനിച്ചതാണോ അത്? അവനത് അവർക്ക് വേണ്ടി വെച്ച കരുതലാണ്. ദാറ്റ് ഈസ് ഗ്രേസ്. അതാണ് കൃപ. കൈയിടിച്ച് കിടത്താൻ കണ്ണീരോടെ ഒരു കാര്യം തിരിച്ചറിയണം. എന്താ കാര്യം? നീ അധ്വാനത്തിൽ പാളിപ്പോയാലും, നിൻ്റെ മകൻ ഓട്ടിസമായാലും. എന്നോടൊരു അമ്മ എന്നോട് ചോദിച്ചു. അപ്പോൾ അതിന് ഓട്ടിസമാണ്, എൻ്റെ ഇടവക്കാരനാണ്. അപ്പോൾ അമ്മ കണ്ണ് നിറഞ്ഞ അമ്മ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് റിട്ടയർ ചെയ്തതാണ്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് എല്ലാ കാര്യമൊക്കെ ഒരു വികാര നിലയിൽ എല്ലാം ഷെയർ ചെയ്യും. പള്ളിയിൽ ഒക്കെ ഇരിക്കുമ്പോഴുള്ള ഒരു പ്രത്യേകതയാണ്. നമ്മൾ തമ്മിലുള്ള ബന്ധം പോലെ അല്ല ഇടവക വികാരിയും ഇടവക ജീവിതം തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞത്. കാര്യം എനിക്ക് നിങ്ങളെ കാണാൻ ഒത്തിരി ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാരുള്ള കാരണം എല്ലാവരുമായിട്ട് പേഴ്സണൽ ബന്ധമില്ല. ഞാൻ പിന്നെ നിങ്ങളെ കണ്ണുനീരിൻ്റെ സമയത്ത് നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ ഒരു ബന്ധമാണുള്ളത്. അപ്പോൾ ഇടവകയിൽ പേഴ്സണൽ ബന്ധമാണ്. അപ്പോൾ അവരെന്ത് കാര്യം ഉണ്ടെങ്കിലും നല്ലതായാലും ചീത്തയായാലും മോശമായാലും വിഷമായാലും എല്ലാം പറയും. അപ്പോൾ എന്നോടൊരു കാര്യം ചോദിച്ചേ, അച്ഛാ എൻ്റെ കാലം കഴിയുമ്പോൾ ഇവൻ്റെ കാര്യം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എൻ്റെ കാര്യം കഴിയുമ്പോൾ അപ്പോൾ ഞാൻ ചേച്ചി വിശ്വാസം ഉണ്ടല്ലോ, ചേച്ചിയുടെ കാര്യവും ചേട്ടൻ്റെ കാര്യവും കഴിയുമ്പോൾ കർത്താവിൻ്റെ കാലം ഉണ്ടല്ലോ. എന്താ കാര്യം? കർത്താവിൻ്റെ കാലമില്ലേ? നമ്മൾ അമ്മ വിശ്വസിക്കുകയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടിക്രമം ഉണ്ടാവും. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, എന്താ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 153 മത്സ്യം അവർ പിടിച്ചില്ലെങ്കിൽ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകുമോ? ടെൽമി, എന്നോട് പറയും. നിങ്ങൾ 153 മത്സ്യങ്ങൾ അവർ അധ്വാനിച്ച് പിടിച്ചില്ലെങ്കിൽ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകുമോ? ഉണ്ടാകുമോ ഇല്ലയോ? ഉണ്ടാകും. എന്താ കാര്യം? നിങ്ങൾ അധ്വാനിക്കാത്ത ഓഹരിയിലേക്ക് ഞാൻ നിങ്ങളെ പ്രവേശിപ്പിച്ചു. കാര്യം എന്താണ്? ഞാനാണ് നിന്നെ പെറ്റത്, ഞാനാണ് നിന്നെ വളർത്തിയത്, ഞാനാണ് നിന്റെ ദൈവം. കൈയിടിച്ച് കർത്താവേ കർത്താവിൻ്റെ വചനം നീ തിരിച്ചറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സത്യമുണ്ട്. അതെന്താ സത്യം? നിനക്ക് വലയില്ലെങ്കിലും വള്ളമില്ലെങ്കിലും മീൻ നിറഞ്ഞ നിൻ്റെ കടൽ വറ്റിപ്പോയാലും ഇതൊന്നുമില്ലാതെ നിൻ്റെ ബ്രേക്ക്ഫാസ്റ്റുമായി ചുട്ട് വേവിച്ച് കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദാറ്റ് ഈസ് അവർ ഗ്രേസ്. ആ ഗ്രേസ് നമ്മൾ അധ്വാനിച്ച് നേടിയതല്ല, അതവൻ്റെ സ്വയം ദാനമാണ്. കൈയിടിച്ച് കർത്താവേ കൃപ അധ്വാനിച്ച് നേടിയതല്ല. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മെരിറ്റ് യോഗ്യത ഏതെങ്കിലും സമയത്ത് നിൻ്റെ കയ്യിൽ നിന്ന് യോഗ്യത പോയെന്ന് വിചാരിച്ചോ? ഇപ്പം നിനക്ക് വയസ്സായി, നിൻ്റെ മുടിയൊക്കെ നരച്ചു, ഇനിയിപ്പോൾ ഏത് ചെറുക്കൻ എന്നെ വന്ന് കാണാനാണ്? മെരിറ്റ് പോയെന്നേറുള്ളൂ. എൻ്റെ മുടി നരച്ച കൊണ്ട് ചെറുക്കന്മാർ വന്ന് കാണത്തില്ലെന്ന് നീ പറയരുത്, കെട്ടത്തില്ലെന്നും പറയരുത്. നിൻ്റെ പീരീഡ്സ് എല്ലാം കഴിഞ്ഞതാണ്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇനി കൊച്ചുണ്ടാകത്തില്ലെന്ന്. മെരിറ്റ് പോയതേ ഉള്ളൂ. കടലില്ലെങ്കിലും വള്ളവും വരെയും സ്വന്തമായിട്ടില്ലെങ്കിലും കർത്താവ് നിന്നെ തീറ്റിപ്പോറ്റാൻ വിചാരിച്ചാൽ അത് നടന്നിരിക്കും. കൈയിടിച്ച് കർത്താവ് 24:13 നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു. നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു. സത്യം. അതായത് നിങ്ങൾ അധ്വാനിക്കാത്ത പട്ടണം നിങ്ങൾക്ക് തന്നെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? അല്ല നിങ്ങളിങ്ങനെ കൈയും വെട്ടിരിക്കുന്നു, കർത്താവ് നൂലെ കെട്ടി വീടും സ്ഥലം ഇറക്കുമെന്നല്ല. You will be engraced
നിങ്ങൾക്കതിൻ്റെ കൃപ തന്നിരിക്കുമെന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. അപ്പം കൃപയുടെ വാതിൽ ഒരിക്കലും ദൈവം അടക്കത്തില്ല. അതാണ് ബൈബിൾ പറയുന്നത്, ഞാൻ തുറന്ന വാതിൽ അടക്കത്തില്ലെന്ന്. ആർക്കും അടക്കാൻ പറ്റത്തില്ല, അത് ദൈവമല്ലേ തുറക്കണത്. കൃപയുടെ വാതിലിൻ്റെ ഗുണവതാണ്. കൃപയുടെ വാതിൽ നിങ്ങളെ ഉടമ്പടി എടുക്കുമ്പോൾ കൃപയ്ക്ക് അവകാശികളായി മാറുകയാണ്, അത് മെരിറ്റായിട്ട് മാറുകയാണ്. ദാറ്റ് മീൻസ് അതായത് മെരിറ്റ് മാറിയിട്ട് കൃപ തന്നെ നിങ്ങളുടെ മെരിറ്റായിട്ട് മാറും. ഇത് നിങ്ങൾ അപ്പോഴപ്പോഴുള്ള വിഷയങ്ങളെ വിശ്വാസപൂർവ്വം സമീപിച്ച് പ്രത്യാശയോടെ മുന്നേറുമ്പോഴാണ് ഉടമ്പടിയുടെ വാഗ്ദാനങ്ങൾ അവകാശമാകണത്. പ്രാർത്ഥിക്കുക. കർത്താവേ ദൈവമേ, അതാത് സമയത്തെ കാലാവസ്ഥാ നിറഭേദങ്ങള് അനുസരിച്ചുകൊണ്ട് സങ്കടപ്പെടാതെ നിരാശപ്പെടാതെ അങ്ങിൽ പ്രത്യാശ അർപ്പിച്ച് നിരന്തരം ആത്മകരുത്ത് പ്രാപിക്കുവാൻ നീ കൈ തുറക്കും വരെ കാത്തിരിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. എഴുന്നേൽക്കുക. കൃപയായി കർത്താവ് നിന്നെ തീറ്റിപ്പോറ്റുമ്പോഴും അധ്വാനിക്കാതെ ഇരിക്കരുത് എന്നുള്ള സന്ദേശമാണ് അവരെ കൊണ്ട് കടലിൽ വലയിറക്കി 853 മത്സ്യങ്ങളെ കർത്താവ് പിടിപ്പിക്കുന്നത്. മെറിറ്റും യോഗ്യതയും അത് അധ്വാനത്തിൻ്റെ യോഗ്യത. കർത്താവ് കരുതി കാത്തു വെച്ചത് അവിടുത്തെ കൃപ. രണ്ടും നിനക്ക് അവകാശമാക്കുകയാണ് ഉടമ്പടിയിൽ. നമ്മളിപ്പോൾ രോഗസൗഖ്യ പ്രാർത്ഥനയെല്ലാം അതിമനോഹരമായി ഈശോ ആദ്യമേ നിർവഹിച്ച കാരണം നമ്മൾ സമാപന ആശീർവാദത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങൾ, ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങൾ, ഇപ്പോൾ നമ്മുടെ മനസ്സിൽ വിഷമിപ്പിക്കുന്ന ഭാരങ്ങൾ എല്ലാം ദിവ്യകാരുണ്യനാഥൻ്റെ അൾത്താരയിൽ ഇറക്കി വെച്ചുകൊണ്ട് നമുക്ക് ശിരസ് നമിച്ച് ഞങ്ങളുടെ എല്ലാ ജീവിത വിഷയങ്ങളിലും പരിശുദ്ധ അമ്മ അതിവേഗം ഇടപെട്ടുകൊണ്ട് ഈശോയെ അമ്മയുടെ പ്രതിഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ